ഹലോ, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ ഉമ്മയുടെ സിസ്റ്ററും അവളുടെ ഫാമിലിയാണ്. അവർ ഖത്തർ കാണാൻ വേണ്ടി 10 ദിവസത്തെ ലീവിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡെസേർട്ട് സഫാരിക്ക് പോവാണ്. അപ്പോൾ ഇവർ ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളും ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ളത് പോലും നമുക്കറിയില്ലായിരുന്നു. ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാറിലല്ല, അവർ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവരുടെ കാറിൽ നമ്മളെ കൊണ്ടുപോയി എല്ലാം കാണിച്ച് അവർ നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യും. അല്ലാതെ നമുക്ക് ഇവിടെ വേണ്ട അവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കാർ നമ്മുടെ വീട്ടിൽ നിർത്തിയതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോവാണ്. സീ ലൈൻ ബീച്ചില്ലേ, അവിടെയാണ് ഡെസേർട്ട് സഫാരി. ആക്ച്വലി എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ദുബായ് അവിടെയൊക്കെ ഉള്ളൂ എന്നാണ്. ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഖത്തറിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത്. അറിഞ്ഞായിരുന്നെങ്കിൽ നേരത്തെ പോവുമായിരുന്നു. അപ്പോൾ ഇവർക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് ലാൻഡ് ക്രൂസറിലാണ് പോണത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലാൻഡ് ക്രൂസറിൽ പോണത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഉംസൈദിക്ക് 60 കിലോമീറ്റർ, 1 മണിക്കൂർ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 2:45 ആകുമ്പോൾ ഇറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പോണ വഴിക്ക് തന്നെ ഇഹാൻ സൈഡായിട്ടുണ്ട്. ഉച്ച ആയ കാരണം കൊണ്ട് ഇഹാൻ സൈഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് തന്നെ നമ്മൾ ഈ ബൈക്ക് റൈഡ്സ് ഇല്ലേ, അവിടെ കൊണ്ടുപോയി അവർ നിർത്തും. അത് ഓപ്ഷണലാണ്. നമുക്കത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ വെയിലൊന്നും താഴും വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം വേണ്ടാന്നൊക്കെ വിചാരിച്ചു, കാരണം കുട്ടികളൊക്കെ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ ഒക്കെ പറഞ്ഞു അവർ രണ്ടുപേരും ആദ്യം പോയിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ റെസ്റ്റ് റൂം ഉണ്ട്, നിങ്ങൾ അവിടെ പോയി റെസ്റ്റ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റൂമൊക്കെ തുറന്നു തരികയാണ്. അപ്പോൾ അവിടെ വേറെയും കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അവിടെ പോയിരുന്ന് നമുക്ക് അതിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്റ് ആയിട്ട് ചായ, കോഫി എന്താണെന്ന് വെച്ചാൽ അവർ തരും കേട്ടോ. അപ്പോൾ ഇഹാനെയും വേറെ ബേബിയുണ്ട്, ആ കുട്ടീനെ അവിടെ കിടത്തി. എന്നിട്ട് ഇവർ ഫസ്റ്റ് റൈഡിന് പോയി. എന്നിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു വണ്ടിയിൽ പോയിട്ട് ജസ്റ്റ് കറങ്ങിയിട്ട് വരും. അപ്പോഴത്തേക്കും കുട്ടികൾ എണീറ്റ് നമുക്കും കൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഫസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോണത്. അപ്പം തന്നെ ജസ്റ്റ് വെയിലൊന്നും താഴ്ന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴാണ് അത്രേ പോവേണ്ടതെന്ന് അവർ പറയുന്നത്. പക്ഷേ എൻ്റെ പൊന്നോ, ഇത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ സഫാരിക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഒരു കാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമോ, നമ്മളെങ്ങാനും വീഴുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എന്തൊക്കെയോ തോട്ട്സ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നോ, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ ഞാൻ പറയും. കാരണം അടിപൊളിയായിരുന്നു. അതിൽ നമ്മൾ അവരിങ്ങനെ ചിരിക്കുമ്പോഴും ഇതാക്കുമ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നല്ല രസം. കുഞ്ഞ് ബേബി ഉണ്ടായിരുന്നു. അവൻ പേടിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. അവൻ പേടിച്ചില്ല. ഞങ്ങളുടെ നെലവിളി കേട്ടിട്ട് അവൻ പേടിച്ചു. നമ്മളിങ്ങനെ കൂക്കുമല്ലോ, അപ്പോൾ അത് കേട്ടിട്ട് അവൻ പേടിച്ചത്. അല്ലാതെ അവനെ കൊണ്ട് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താമെന്ന് പറഞ്ഞു. ആ സ്ഥലമാണിത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ കണ്ണിന് നമ്മൾ എന്താ പറയുക, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് ഇൻലാൻഡ് സീ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ഈ മരുഭൂമിയും കടലും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല രസമുണ്ട്. ഈ നമ്മൾ അത്രയും റൈഡ് കഴിഞ്ഞ് ഇവിടെ വന്ന് നിർത്തുമ്പോൾ എന്താ പറയുക, നിങ്ങളെന്നെ പറയാം, നല്ല രസമല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ലൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോയാൽ ഇങ്ങനെ കടലിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തും. അതിൽ വേണമെങ്കിൽ നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഞങ്ങൾ അതിലൊന്നും നിന്നില്ല, കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് നിന്നില്ല. അവർ ഇല്ലില്ല, ചെയ്യരുതെന്ന് പറഞ്ഞു, കടലിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, കടലിൽ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു അവർ. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ചിലപ്പോൾ ഇത്തിരി നേരമായില്ലേ, പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡെസേർട്ട് സഫാരിക്ക് ആരെങ്കിലും ഇതുവരെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്ന് പറയണേ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു. പക്ഷെ വേർത്താണെന്നേ ഞാൻ പറയുള്ളൂ. അടിപൊളിയായിരുന്നു.